കേറി വാടാ മക്കളയിൽ നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഓർഫണേജിലേക്ക് സംഭാവനയായി യമുന റാണി നൽകുന്ന തുക എത്രയാണ്? എ 2000, ബി 5000, സി 10000. ഇതെനിക്ക് വലിയ ഉറപ്പില്ല, ഞാൻ കറക്കി കുത്താൻ എന്ന് രക്ഷയുള്ളൂ. എ 2000. എ 2000. നമുക്ക് എന്തായാലും തൽക്കാലം അവനെ എടുത്തിട്ട് പൂട്ടി വെക്കാം. അതെ, ഒരുപാട് കിട്ടുണ്ടല്ലോ, വേണ്ട. അപ്പൊ 2000 പൂട്ടി അവിടെ വെച്ചിരിക്കും. ശ്രുതിയുടെ നക്ഷത്രം എന്താണ്? ഭരണി. പക്ഷെ വളരെ മെലിഞ്ഞിട്ടാണല്ലോ. ഞാൻ ഭരണിക്കകത്ത് ഇരുന്ന് മെലിഞ്ഞു. സാധാരണ ഭരണി നക്ഷത്രക്കാരെല്ലാം ഭരണി പോലെ ഇരിക്കുമെന്നാ പറയുന്നത്. എന്നോട് നക്ഷത്രം ചോദിച്ചു കഴിഞ്ഞ് പറയുന്നവരെല്ലാരും ഇതാ പറയുന്നത്, അവരെല്ലാരും ഇങ്ങനെ ഭരണി പോലെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് അറിയാവുന്നവരും എനിക്ക് തോന്നുന്നു മെലിഞ്ഞിട്ട് തന്നെയാ. അത് ഒരു തെറ്റിദ്ധാരണയാണ്. ഹസ്ബൻഡിന്റെ നക്ഷത്രം ഏതാ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഞാൻ ചോദിച്ചെന്നുള്ളൂ. സീരിയലില് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഇതില് ചക്കപ്പഴത്തിൽ എനിക്കൊരു മോനുണ്ട്, ഒരു 3 വയസ്സുള്ള കുട്ടിയൊക്കെ അമ്മയായിട്ട്. ഞാൻ ആ ഓർമ്മയിൽ ആരോ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പം സ്നേഹിക്കുന്ന ആളുടെ നക്ഷത്രം എന്താണ്? ഇല്ല ഇല്ല, അങ്ങനെ ചോദിച്ചത്. അതന്നെ, അങ്ങനെ ഒരാളില്ല. നക്ഷത്രം ഇല്ലാത്ത ആളെ ഒരിക്കലും സ്നേഹിക്കരുത്. അതാ പറഞ്ഞ, അതുകൊണ്ട് സ്നേഹിക്കുന്നേ. അതോ മോശപ്പെട്ട നക്ഷത്രം വല്ലതും ആണെങ്കിൽ പറയാൻ മടിക്കുന്നതാണോ? അല്ലല്ല, അങ്ങനെ ഒരു ആളില്ല താത്കാലികമായി. ഭയങ്കര ബോറാണ് കേട്ടാ, കാരണം ഒരാള് വേണം. അതെ, അതിനിപ്പോ വീട്ടുകാര് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം. എന്നാ പറയും കേക്കട്ടെ. അമ്പലപ്പുഴയല്ല പുള്ളിയുടെ വീട്. അല്ലാന്നോ? തതയോ എങ്കിയാണ്. എനിക്കറിയായിരുന്നു ഇങ്ങനെ വരുമെന്ന്. അല്ല, ഇല്ല, അങ്ങനെ ഒരാളില്ല. ഉണ്ട്, കാരണം എനിക്ക് ഈ മുഖലക്ഷണം നോക്കി പറയാൻ അറിയാം. എന്നാ പിന്നെ പറഞ്ഞോ, ഞാൻ ഇങ്ങനെ ഇരിക്കാം. ഉണ്ട്. ഇല്ല. 2000 അല്ലേ? 4000. എപ്പോഴും ഓർമ്മ അതാണല്ലേ. ഞാൻ വിചാരിച്ചു എന്റെ അക്കൗണ്ടിലുള്ളത് ഇനി കുറച്ച് പറയാം. മറ്റേത് 2000. അത് ഞാൻ പറഞ്ഞല്ലോ, കറക്കി കുത്തി. 2000 നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം, അത് പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പറയുമല്ലോ? അറിയാവുന്നതാണെങ്കിൽ. നമ്മുടെ സ്വന്തമാണെങ്കിലും എടുക്കുന്നത് മറ്റു ചിലരാണ്, പിന്നീട് നമുക്ക് സ്വന്തമാവും. എന്താണത്? നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ സ്വന്തമാണ്, പക്ഷെ എടുക്കുന്ന മറ്റൊരാളാണ്, പിന്നെ നമുക്കത് സ്വന്തമാകത്തുള്ളൂ. എടുക്കുന്നത് മറ്റൊരാളാണ്, പിന്നെ നമുക്കത് സ്വന്തമാവുള്ളൂ. നമ്മുടെ സ്വന്തം സാധനം തന്നെ, നമ്മുടെ സ്വന്തമാണ്. കുഞ്ഞ്. ഏത് കുഞ്ഞ്? അല്ലേ? അല്ല, നമ്മൾ കുഞ്ഞ്, അതായത് നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോ എടുക്കുന്ന ആദ്യം ഡോക്ടർ അല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തരുള്ളൂ. അത് കല്യാണം കഴിക്കാത്തതിന്റെ കുഴപ്പമായിട്ടോ, ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം കൊച്ച് ഇപ്പം പ്രസവിച്ച് വീഴുന്ന കൊച്ചെന്ന് പറയുന്നത് അത് എപ്പോഴും സ്വന്തം തന്നെ ആണല്ലോ. വയറ്റിൽ കിടക്കുമ്പോഴും സ്വന്തമല്ലേ. അത് പിന്നെ നേഴ്സ് അങ്ങോട്ട് എടുത്തു തരുന്നുള്ളല്ലോ. അങ്ങനല്ല, ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഫോട്ടോ. എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ പിന്നെന്താ ഇത് ഏത്? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ഇതായിട്ടെ. ഉപയോഗിക്കുന്നവൻ വാങ്ങുന്നില്ല, വാങ്ങുന്നവൻ ഒട്ടും ഉപയോഗിക്കുന്നില്ല. ഇത്രേ ഉള്ളോ? പറഞ്ഞ് കല്യാണക്കുറയും കാണിച്ചിട്ട് പോയാ മതി. ഒരു പെട്ടിയല്ലേ? അതെ അതെ, ശവപ്പെട്ടിയല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കാണ്. എന്റെ കാശില്ല തരാൻ, സോറി. അപ്പൊ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നൽകിയിരിക്കുന്നത് എ 2000 രൂപയാണ്. 2000 രൂപ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, അഗൈൻ യു വൺ 2000 റുപ്പീസ്. ഇപ്പോ 6000 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്